നമസ്കാരം. രാഷ്ട്രീയത്തിൽ ഒരു ചൊല്ലുണ്ട്, നിശബ്ദമായി പ്രവർത്തിക്കുക, വിജയം ശബ്ദമുണ്ടാക്കട്ടെ എന്ന്. 2026 എന്ന ഈ വർഷം തുടങ്ങുമ്പോൾ ഭാരതം ലോകത്തിനു മുമ്പിൽ തെളിയിക്കുന്നത് അതാണ്. നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ് നമ്മുടെ പ്രധാന എതിരാളികൾ എന്നാണ്. എന്നാൽ ഒരു വെടിക്ക് 3 പക്ഷികളെ വീഴ്ത്തുന്ന തന്ത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ യൂറോപ്പിൽ പയറ്റിയിരിക്കുന്നത്. അതെ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ, അതെ, സ്വതന്ത്രമായിട്ടുള്ള ആ കരാർ നമ്മൾ ഒപ്പിടുന്നതോടുകൂടി ലോകഭൂപടത്തിൽ വലിയൊരു സാമ്പത്തിക ഭൂകമ്പമാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രകമ്പനം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള തുർക്കിയും കൂടിയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഒരു കരാർ ഒപ്പിടുന്നു, പക്ഷേ അതിന്റെ പേരിൽ കച്ചവടം പൂട്ടുന്നത് പാകിസ്ഥാനിലെ ടെക്സ്റ്റൈൽ മില്ലുകളാണ്. അതിനേക്കാൾ ഉപരി എർദോഗാന്റെ തുർക്കിക്ക് സ്വന്തം വിപണി പോലും ഇന്ത്യക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡീലിലുള്ളത്? $27 ട്രില്യൺ വലിപ്പമുള്ള യൂറോപ്യൻ വിപണി ഇന്ത്യ പിടിച്ചടക്കുമ്പോൾ അത് ഈ 3 രാജ്യങ്ങളെയും എങ്ങനെയാണ് പാപ്പരാക്കാൻ പോകുന്നത്? തുർക്കി എന്ന രാജ്യം എന്തിനാണ് ഇപ്പോൾ ഇന്ത്യയെ കണ്ട് ഭയക്കുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് വെറും ഒരു സാമ്പത്തിക വാർത്തയല്ല, മറിച്ച് ഭാരതത്തിന്റെ ഉയർച്ചയുടെ ചരിത്രമാണ്. സ്വാഗതം. ആദ്യം നമുക്ക് എന്താണ് ഈ സംഭവം എന്ന് ലളിതമായി മനസ്സിലാക്കാം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 25% ഇവരുടെ കയ്യിലാണ്. ഇവിടേക്ക് സാധനങ്ങൾ വിൽക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഇത്രയും നാൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് വസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കും ഒക്കെ അവിടെ ഉയർന്ന നികുതിയാണ് നൽകേണ്ടി വന്നിരുന്നത്. ഏകദേശം 12% വരെ നികുതി നൽകിയാണ് നമ്മൾ അവിടെ കച്ചവടം ചെയ്തിരുന്നത്. എന്നാൽ ഈ FTA, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരുന്നതോടുകൂടി ആ നികുതി 0 ആവുകയാണ്. ഇതുകൊണ്ട് എന്താണ് ഗുണം? 1, നമ്മുടെ സാധനങ്ങൾ യൂറോപ്പിൽ വില കുറച്ച് വിൽക്കാൻ പറ്റും. 2, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. 3, ഡിമാൻഡ് കൂടുമ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നം കൂട്ടണം. അതുവഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കണക്കുകൾ പ്രകാരം നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് മാത്രം $30 മുതൽ $40 ബില്യൺ അധിക ബിസിനസ്സാണ് കിട്ടാൻ പോകുന്നത്. അതായത് 60 മുതൽ 70 ലക്ഷം പുതിയ ജോലികൾ. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് ഒരു മത്സരമാണ്. നമ്മൾ ജയിക്കുമ്പോൾ അവിടെ തോൽക്കുന്നത് ആരാണ്? യൂറോപ്പിലേക്ക് ഇത്രയും നാൾ തുണിത്തരങ്ങൾ കയറ്റി അയച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും തുർക്കിയും ഒക്കെയാണ് ആ തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്നത്. അവരുടെ കഥ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം. അത് ICUവിലാണ്. ആകെ ഓക്സിജൻ നൽകുന്നത് അവരുടെ ടെക്സ്റ്റൈൽ കയറ്റുമതിയാണ്. പാകിസ്ഥാന്റെ കണക്കുകളൊന്ന് നോക്കൂ. മൊത്തം കയറ്റുമതി $32 ബില്യൺ. അതിൽ $9 ബില്യൺ പോകുന്നത് യൂറോപ്പിലേക്കാണ്. അതായത് അവരുടെ വരുമാനത്തിന്റെ 1/4 വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. ഇത്രയും നാൾ പാകിസ്ഥാന് യൂറോപ്പിൽ ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. GSP, അതായത് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്നൊരു സ്കീം വഴി പാകിസ്ഥാന് നികുതിയില്ലാതെ യൂറോപ്പിൽ സാധനങ്ങളൊക്കെ വിൽക്കാമായിരുന്നു. ഇന്ത്യക്കാണെങ്കിൽ നികുതി കൊടുക്കണം, പാകിസ്ഥാൻ അത് വേണ്ട. അതുകൊണ്ട് അവരുടെ നിലവാരം കുറഞ്ഞ തുണിത്തരങ്ങൾക്കൊക്കെയും അവിടെ വലിയ മാർക്കറ്റുകൾ ഉണ്ടാക്കാൻ അതുകൂടി സാധിച്ചു. പക്ഷെ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും 0 ടാക്സ് ആവുകയാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് സ്വന്തമായിട്ട് പരുത്തിയുണ്ട്, കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ട്, അസംസ്കൃത വസ്തുക്കൾ സുലഭമാണ്. പാകിസ്ഥാനിൽ എങ്ങനെയാണ്? അവർക്ക് കോട്ടൺ ഇറക്കുമതി ചെയ്യണം. കറണ്ട് ബില്ല് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഫാക്ടറികൾ പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കൂടി നികുതി ഇളവ് കിട്ടിയാൽ യൂറോപ്യൻ ബയ്യർമാർ ആരുടെ സാധനങ്ങൾ വാങ്ങും? തീർച്ചയായും ഗുണനിലവാരമുള്ള ഇന്ത്യൻ വസ്ത്രങ്ങളായിരിക്കും വാങ്ങുക. പാകിസ്ഥാൻ ടെക്സ്റ്റൈൽ കൗൺസിൽ തന്നെ അവരുടെ സർക്കാരിനോട് കരഞ്ഞു പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ, ഇന്ത്യ ഞങ്ങളെ വിഴുങ്ങാൻ പോവുകയാണ് എന്ന്.
$9 ബില്യൺ ആ മാർക്കറ്റ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടാൽ അത് അവരുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാവും. ഇനി നമ്മുടെ അയൽക്കാരായിട്ടുള്ള ബംഗ്ലാദേശിന്റെ കാര്യം നോക്കാം. ഷെയ്ഖ് ഹസീന പോയ ശേഷം മുഹമ്മദ് യൂനുസ് അവിടെ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷയായിരുന്നു. ഇന്ത്യയിലെ കമ്പനികൾ ബംഗ്ലാദേശിലേക്ക് വരും എന്നൊക്കെയായിരുന്നു അവരുടെ വീരവാദം. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ബംഗ്ലാദേശിന് ഒരേ സമയം 2 അടിയാണ് കിട്ടിയത്. എന്താണ് ആ 2 അടികൾ? ഇന്ത്യ യൂറോപ്പ് കരാർ വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വില കുറവിൽ യൂറോപ്പിലെത്തുന്നു. 2, ബംഗ്ലാദേശ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യം എന്ന പദവിയിൽ നിന്ന് മാറുകയാണ്. അതോടെ അവർക്ക് യൂറോപ്പിൽ കിട്ടിയിരുന്ന സൗജന്യ നികുതി ഇളവുകൾ നിർത്തലാക്കപ്പെടുകയാണ്. അതായത് ഇന്ത്യയുടെ സാധനങ്ങൾക്ക് നികുതി കുറയുന്നു, അതേസമയം തന്നെ ബംഗ്ലാദേശിന്റെ സാധനങ്ങൾക്ക് നികുതി കൂടുന്നു. $16 ബില്യൺ ബിസിനസ് അതാണ് ബംഗ്ലാദേശ് യൂറോപ്പുമായിട്ടുള്ള ആ ലിങ്ക് ചെയ്ത് കൊടുത്തിരുന്നത്. ജെഫ്രീസ് എന്ന ആഗോള ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ അപ്പാരൽ, ഫുട്വെയർ മേഖലകൾ ബംഗ്ലാദേശിന്റെ വിപണി വിഹിതം പിടിച്ചെടുക്കുമെന്നാണ്. ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും നോക്കിയിരിക്കുന്നത് അമേരിക്കയിലേക്ക് മാത്രമാണ്. ട്രംപ് കനിയണം, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ട്രംപിന്റെ നയം അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അവിടെയും ഇന്ത്യയുടെ സ്വാധീനം കൂടുതലാണ്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക നട്ടെല്ല് തകരുന്ന കാഴ്ചയാണ് 2026 നമ്മൾ കാണുന്നത്. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും ട്വിസ്റ്റുള്ള ഭാഗം. പാകിസ്ഥാനും ബംഗ്ലാദേശും പോകട്ടെ, അവരൊക്കെ നമ്മുടെ അയൽക്കാരാണ്. പക്ഷേ എവിടെയോ കിടക്കുന്ന തുർക്കിക്ക് ഇതിൽ എന്ത് കാര്യമാണുള്ളത്? ഇവിടെയാണ് മോദിയുടെ നയതന്ത്ര വിജയം നമ്മൾ കാണേണ്ടത്. പാകിസ്ഥാനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളാണ് നമ്മുടെ തുർക്കി പ്രസിഡന്റായിട്ടുള്ള എർദോഗൻ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇപ്പോഴത്തെ 8ന്റെ പണിയെ കുറിച്ചാണ് ഈ കരാറിനെ പറ്റി പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ തുർക്കിയും യൂറോപ്പും തമ്മിലുള്ള ഒരു പഴയ കരാർ നമ്മൾ അറിയണം. കസ്റ്റമേഴ്സ് യൂണിയൻ. ഇതനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട്, ഉദാഹരണമായിട്ട് ഇന്ത്യയെ എടുക്കാം നമുക്ക്, വ്യാപാര കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തുർക്കിയും നിർബന്ധമായും ആ രാജ്യത്തിന് നികുതി ഇളവ് നൽകണം. ശ്രദ്ധിക്കണേ, ഇന്ത്യയുമായിട്ട് കരാർ ഉണ്ടാക്കിയത് യൂറോപ്പാണ്. പക്ഷേ അതിന്റെ ഗുണം ഇന്ത്യക്ക് തുർക്കിയിലും കിട്ടും. ഇന്ത്യയുടെ സ്റ്റീൽ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ എന്നിവയ്ക്ക് യൂറോപ്പ് നികുതി കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തുർക്കിയും ഇന്ത്യക്ക് നികുതി കുറച്ചു കൊടുക്കാൻ നിർബന്ധിതരാവും. പക്ഷെ തിരിച്ച് ഇന്ത്യ തുർക്കിക്ക് നികുതി കുറച്ചു കൊടുക്കണമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുള്ളത് യൂറോപ്പിനോടാണ്, തുർക്കിയോടല്ല. ഇതിന്റെ ഫലം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യൻ സ്റ്റീൽ തുർക്കിയിലേക്ക് ഒഴുകും. തുർക്കിയിലെ സ്റ്റീൽ കമ്പനികൾക്ക് ഇന്ത്യൻ വിലയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ത്യൻ കാറുകളും സ്പെയർ പാർട്സുകളും തുർക്കി വിപണി കൈയടക്കുമെന്ന് സാരം. അതേസമയം തുർക്കിക്ക് ഇന്ത്യയിലേക്ക് ഒന്നും വിൽക്കാൻ പറ്റില്ല. തുർക്കി മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ ബഹളത്തിലാണ്. ഇന്ത്യ നമ്മുടെ വിപണി പിടിച്ചെടുക്കുന്നു, നമ്മൾ യൂറോപ്പിന്റെ അടിമകളാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. $25 ബില്യൺ നഷ്ടമാണ് തുർക്കിക്ക് സംഭവിക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ സഹായിക്കാൻ നടന്ന എർദോഗൻ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ പാടുപെടുന്ന അവസ്ഥയായി ഇപ്പോൾ. ചുരുക്കത്തിൽ 2026 എന്ന വർഷം ഭാരതത്തിൻ്റെതാണ്. നമ്മൾ അതിർത്തിയിൽ മാത്രമല്ല യുദ്ധം ജയിക്കുന്നത്, പേപ്പറിൽ ഒപ്പിടുന്ന ഓരോ കരാറുകളും നമ്മുടെ ശത്രുക്കൾക്കുള്ള മറുപടിയാണ്. യൂറോപ്പ് എന്ന വമ്പൻ വിപണി തുറന്നു കിട്ടുമ്പോൾ അത് ഇന്ത്യയിലെ സാധാരണക്കാരന് തൊഴിലും രാജ്യത്തിന് വിദേശ നാണ്യവും നേടിത്തരും. അതേസമയം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും അവർക്ക് കൂട്ടുനിൽക്കുന്ന തുർക്കിക്കും ഇതൊരു വലിയ പാഠമാണ്. ഭാരതത്തോടാണ് കളിയെങ്കിൽ കളി മാറുമെന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ടെക്സ്റ്റൈൽ, സ്റ്റീൽ, ഓട്ടോമൊബൈൽ മേഖലകൾ ലോകം കീഴടക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ സാമ്പത്തിക മുന്നേറ്റം പാകിസ്ഥാനെയും തുർക്കിയെയും എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്.